വെൽക്കം ടു ഫിസിക്സ് സെർച്ച്. റിസർച്ച് മെത്തഡോളജിയുടെ ഫസ്റ്റ് ക്ലാസ്സാണിത്. ആദ്യം എന്താണ് റിസർച്ചിൻ്റെ മീനിങ് എന്ന് നോക്കാം. റിസർച്ച് മീൻസ് എ സെർച്ച് ഫോർ നോളജ്. നോളജിനെ സെർച്ച് ചെയ്യുക എന്നതാണ് റിസർച്ചിൻ്റെ മീനിങ്. ഇനി റിസർച്ചിനെ വേറെ എങ്ങനെയൊക്കെ പറയാം? സയൻറ്റിഫിക് വേ ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടനൻറ്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് വേയിലുള്ള ഒരു സെർച്ചും റിസർച്ചാണ്. അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ്റെ ആർട്ടായും റിസർച്ചിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ഓഫ് കറണ്ട് ഇംഗ്ലീഷിനകത്ത് റിസർച്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിസർച്ച് എന്നത് ഒരു കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു എൻക്വയറിയാണ്. എന്തിനെക്കുറിച്ച്? ഒരു പുതിയൊരു ഫാക്റ്റിനെ കുറിച്ചുള്ള ഒരു കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻക്വയറിയാണ് എന്നാണ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിക്കകത്ത് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി റെഡ്മാൻ ആൻഡ് മോറി അവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ന്യൂ നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടാണെന്നും റിസർച്ചിനെ ഒരു മൂവ്മെൻ്റ് ആണെന്നും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ നോണിൽ നിന്നും അൺനോണിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താണ് റിസർച്ചിൻ്റെ മീനിങ് എന്നാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് റിസർച്ച് എന്ന് പറയുന്നത് സെർച്ച് ഫോർ നോളജ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് സെർച്ച് ഫോർ പെർട്ടനൻറ്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക് എന്ന് പറയുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറയുന്നു. ഇനി അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി ഓഫ് കറണ്ട് ഇംഗ്ലീഷ് അനുസരിച്ച് റിസർച്ച് ആസ് എ കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഓർ എൻക്വയറി സ്പെഷ്യലി ത്രൂ സെർച്ച് ഫോർ ന്യൂ ഫാക്ട്സ് ഇൻ എനി ബ്രാഞ്ച് ഓഫ് നോളജ്. ഒരു നോളജിൻ്റെ ഏതൊരു ബ്രാഞ്ചിലെടുത്താലും അതിലൊരു ന്യൂ ഫാക്റ്റിൻ്റെ ഒരു കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻക്വയറിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. റെഡ്മാൻ ആൻഡ് മോറിയുടെ ഡെഫിനിഷൻ പ്രകാരം റിസർച്ച് എന്ന് പറയുന്നത് ഒരു ന്യൂ നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടാണെന്ന് പറയുന്നു. ഇനി റിസർച്ച് ഒരു മൂവ്മെൻ്റ് ആണ്. എങ്ങനെ? അറിയാവുന്ന കാര്യത്തിൽ നിന്നും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത കാര്യത്തിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിനെയും റിസർച്ച് എന്ന് പറയുന്നു. ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.